10 വർഷത്തെ ഇടത് ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്ന പ്രഖ്യാപനവുമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. പതിവ് രീതികളിൽ നിന്ന് മാറി ഇക്കുറി സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും സീനിയറായ രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല ഏൽപ്പിച്ചാണ് പടപ്പുറപ്പാട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാതെയാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പ്രചാരണ കമ്മിറ്റി ചെയർമാനായി തലമുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ തന്നെ നിയമിച്ചിരിക്കുന്നത്. ചെന്നിത്തലയുടെ ഇടവും വലവും കോ ചെയർമാനായി ശശി തരൂരും കൺവീനറായി ഷാഫി പറമ്പിലുമുണ്ട്. കോൺഗ്രസിന്റെ പാർട്ടി സമവാക്യങ്ങളിൽ തന്നെ അടിമുടി പൊളിച്ചെഴുത്താണ് ഇക്കുറി ഹൈക്കമാൻഡ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയെ പ്രഖ്യാപിച്ചത്. പ്രവർത്തനം കൊണ്ടും പക്വത കൊണ്ടും കേരളത്തിലെ പാർട്ടിയിൽ ഇപ്പോൾ ഏറ്റവും സീനിയറായ രമേശ് ചെന്നിത്തലയെ പ്രചാരണ സമിതി ചെയർമാനാക്കുന്നതിലൂടെ പ്രചാരണം വേറെ ലെവലാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പരിചയ സമ്പത്ത് കൊണ്ട് പാർട്ടിയിലെ തലമുതിർന്ന രണ്ടുപേർ അഥവാ ചെന്നിത്തലയും ശശി തരൂരും പ്രചാരണത്തിന്റെ കുന്തമുനകളാകുന്നത് തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നത്. ഒപ്പം പുതുതലമുറയിലെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മെനഞ്ഞെടുക്കാൻ ഷാഫി പറമ്പിൽ എന്ന പുതുതലമുറ രാഷ്ട്രീയക്കാരന്റെ ആസൂത്രണങ്ങളുമുണ്ട്. ഇതോടെ കേരളത്തിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. എന്താണ് ഇക്കുറി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാതൽ? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും പ്രത്യേകമായി ഉയർത്തിക്കാട്ടുന്നില്ല എന്നത് തന്നെയാണ് ഖാർഗെയുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും തെരഞ്ഞെടുപ്പിൽ മുന്നിലുണ്ടാകുക എന്ന് പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രത്യേകമായി ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയെ പ്രഖ്യാപിച്ചതിലൂടെ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലൂടെ സതീശനെ പാർട്ടി നേതൃത്വം തള്ളിപ്പറയുകയാണോ എന്ന് ചോദിച്ചാൽ ആരെയും തള്ളിക്കളയുകയല്ല എന്നും പ്രത്യേകമായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്നും തീരുമാനിച്ചുവെന്ന് മാത്രമാണ് മറുപടി. പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് പുതിയ മാനം നൽകുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി പ്രഖ്യാപനം. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയുള്ള സമൂഹ മാധ്യമ പ്രചാരണങ്ങളിൽ ഹൈക്കമാൻഡും കേരളത്തിന്റെ ചുമതലയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധി ദീപദാസ് മുൻഷിയും കടുത്ത എതിർപ്പും അസംതൃപ്തിയും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല KC വേണുഗോപാൽ ഗ്രൂപ്പുകൾക്കാണ് പ്രചാരണ സമിതിയിൽ അപ്രമാദിത്വമുള്ളത് എന്നും കാണാൻ സാധിക്കും. ചെന്നിത്തലയുടെ ഇടവും വലവും പ്രചാരണം നയിക്കുന്ന ശശി തരൂരും ഷാഫി പറമ്പിലും VD സതീശന്റെ എതിർപക്ഷത്തുള്ളവരാണ്. പ്രചാരണ സമിതിയിലെ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർമാനായ ബെനി ബെഹനാനും സതീശനുമായി അത്ര നല്ല ടേംസിലല്ല. ആകെ സമിതിയിൽ സതീശൻ അനുകൂല പക്ഷത്തു നിന്നുള്ളത് റോജി M ജോൺ മാത്രമാണ്. ബാക്കിയെല്ലാം ചെന്നിത്തല KC ഗ്രൂപ്പ്. ഇത്തരത്തിൽ സമൂലമായ ഗ്രൂപ്പ് സമവാക്യ മാറ്റിമറിക്കലുകളാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. VD സതീശനു മാത്രമായി എല്ലാ ഉത്തരവാദിത്തങ്ങളും നൽകി ചുമതലഭാരം നൽകേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തല ചെയർമാനായുള്ള പ്രചാരണ സമിതിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും സീനിയറായ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ അനുഭവ സമ്പത്തും പക്വതയുമുണ്ട്. ചെന്നിത്തലയുടെ ഈ പരിചയ സമ്പത്ത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രചാരണ സമിതി ചെയർമാൻ പദവിയിലേക്ക് ചെന്നിത്തലയെ എത്തിച്ചത്. ഹൈബി ഈഡൻ MP, MLA മാരായ റോജി M ജോൺ, CR മഹേഷ്, മാത്യു കുഴൽനാടൻ, മുൻ MP രമ്യ ഹരിദാസ്, K ലിജു, ദീപ്തി മേരി വർഗീസ് എന്നിവരും പ്രചാരണ സമിതിയിൽ അംഗങ്ങളാണ്. പ്രചാരണ സമിതിക്ക് രൂപം നൽകിയതോടെ ഇനി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കൂടി കോൺഗ്രസ് കടക്കുകയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ തന്ത്രം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പയറ്റാനാണ് കോൺഗ്രസ് നീക്കം. ഈ മാസം 28-ന് ശേഷം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത് പ്രചാരണ രംഗത്ത് ആദ്യം സജീവമായത് കോൺഗ്രസ് ആയിരുന്നു. അതിന്റെ ഗുണഫലം തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കോൺഗ്രസിന് ആവോളം ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭയിലും ഇതേ രീതി പിന്തുടരാനാണ് നീക്കം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പൂർത്തിയാക്കി ഫെബ്രുവരി അവസാന വാരത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചേക്കും. 16-ന് കൊച്ചിയിൽ ചേരുന്ന KPCC യോഗത്തിന് പിന്നാലെ സ്ക്രീനിംഗ് കമ്മിറ്റി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങളും ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. 25-ന് മുൻപായി തന്നെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനാണ് ആലോചന. പാലക്കാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് സിറ്റിംഗ് MLA മാരുടെ പട്ടികയാകും ആദ്യം പുറത്തിറക്കുക. അങ്ങനെയെങ്കിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് സൂചന.
മത്സരിക്കാൻ സണ്ണി ജോസഫ് താൽപ്പര്യം അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആളെ കണ്ടെത്തും. ബെന്നി ബെഹനാൻ MP പേരാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. KC ജോസഫ്, MM ഹസൻ തുടങ്ങിയ നേതാക്കളുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്.